ശരിക്കും ഈ ട്രാൻസ്പ്ലാന്റിന് ഒരു ആയുർദൈർഘ്യം അല്ലെങ്കിൽ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി പറയുന്നത് എത്രയാണ്? സാധാരണഗതിയിൽ നമ്മളൊരു 100 ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ 70 പേരെ അതിനകത്ത് ജീവിച്ചിരിക്കത്തുള്ളൂ. 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ 40% ആൾക്കാർ ജീവിച്ചിരിക്കത്തുള്ളൂ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഹൃദയം മാറ്റിവെച്ച ആളുടെ രണ്ടാമത് ഹൃദയം മാറ്റിവെക്കുന്ന നമ്മുടെ ടീമാണ് ഗിരീഷ്. അപ്പോൾ ഗിരീഷ് ഞങ്ങളെ വരുന്നു, ഞങ്ങൾ എക്കോ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഗിരീഷിന് 2 ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ. ഒന്നുകിൽ നമ്മൾ ഇൻഫെക്ഷൻ വന്ന വാൽവ് മാറ്റുക, രണ്ടാമത്തേത് വീണ്ടും ഒരു ഹൃദയം മാറ്റിവെക്കുക. ഡോക്ടറെ എനിക്ക് ഒരു റീട്രാൻസ്പ്ലാന്റ് ചെയ്താൽ മതി. ഞാൻ ഇതുവരെ റീട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടില്ല, ഇന്ത്യയിൽ ആരും റീട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടില്ല. ആ പുള്ളി എൻ്റെ മുഖത്തേക്ക് ഒരു ദയനീയമായിട്ട് നോക്കിയിട്ട് പറഞ്ഞു, നമുക്കത് ചെയ്യാൻ ഡോക്ടർ. ഹൃദയം മാറ്റിവെക്കുക നമുക്ക് അവിശ്വസനീയമായിരുന്ന ഒരു കാര്യമാണ് വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ ഇന്ന് ഹൃദയം മാറ്റിവെക്കുന്നു എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പേരുണ്ട്, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളും മെഡിക്കൽ അനുഭവങ്ങളും നമ്മോട് പങ്കുവയ്ക്കുകയാണ്. ആ കഥകൾ നമുക്ക് തുടരാം. സ്വാഗതം. ഡോക്ടർ പഠിച്ചതൊക്കെ എവിടെയാണ്? ഞാൻ മെഡിക്കൽ സയൻസ് MBBS പാസ്സാകുന്നത് കേരളത്തിലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആണ് MBBS പാസ്സാകുന്നത്. 1978 ഞാൻ ജോയിൻ ചെയ്യുന്നു. 1985 ഞാൻ MBBS പാസ്സാകുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ പഠനത്തിന് ശേഷം ഒരു ബ്രീഫായിട്ടൊരു 1 ഇയർ അവിടെ സീനിയർ ഹൗസ് സർജൻസി എന്ന് പറയുന്നൊരു കോഴ്സ് ആ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടപ്രകാരവും നിർദ്ദേശപ്രകാരവുമാണ് ഞാൻ യൂറോപ്പിലേക്ക് പോകുന്നത്. പിതാവ് അന്ന് എന്ത് ചെയ്യായിരുന്നു? അദ്ദേഹം ഒരു പ്രൊഫസറായിരുന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതെ, അദ്ദേഹം പാലാ സെൻറ് തോമസ് കോളേജിലെ ബോട്ടണിയുടെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം ഒരു ഗവേഷകനായിരുന്നു, ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. 1976 അദ്ദേഹം പാലാ സെൻറ് തോമസ് കോളേജിലെ പ്രിൻസിപ്പലായി. പ്രിൻസിപ്പലായിരുന്ന സമയത്താണ് ഞാൻ ഡബ്ലിനിലേക്ക് എൻ്റെ ഉപരിപഠനാർത്ഥം പോകുന്നത്. കുടുംബത്തിലൊരു ശാസ്ത്രാഭിമുഖ്യമുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ ആ ഒരു പശ്ചാത്തലത്തിലാണ് വളരുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ഞങ്ങളെല്ലാവരും ഞങ്ങൾ 6 പിള്ളേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 ആണുങ്ങളും 3 പെൺകുട്ടികളും. അതിൽ ഞങ്ങൾ 5 പേരും ബോട്ടണി, 4 പേര് ബോട്ടണിയും 1 സുവോളജിയുമാണ് ഗ്രാജുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരാൾ മാത്രമേ ലിറ്ററേച്ചറിലേക്ക് മാറിയിട്ടുള്ളൂ. അപ്പോൾ ചെറുപ്പം മുതലേ ഈ അപ്പച്ചൻ വീട്ടിൽ നിന്ന് പോകുന്നതും ഈ ചേമ്പലയിൽ ആൽഗെ തോണ്ടി കൊണ്ടുവന്ന് അവിടെ ചെറിയ കെട്ടുകളായിട്ട് മുറ്റത്ത് വയ്ക്കുന്നതും പെട്ടെന്ന് കോളേജിൽ പോകാൻ നേരത്ത് അത് ഒരു ബാഗിനകത്താക്കി ബസ്സിൽ കയറി പോകുന്നതൊക്കെ ഞങ്ങൾക്ക് ചെറുപ്പം മുതലേ സാധാരണ കാണുന്ന ഒരു കാഴ്ചയായിരുന്നു. ഒരു പക്ഷേ അതായിരിക്കാം ജീവനോടും ഉള്ള ഒരു ആഭിമുഖ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആ കുടുംബത്തിൽ കലാകാരന്മാരുടെ ഒരു പശ്ചാത്തലമുണ്ട്. ആബേലച്ചൻ പിതാവിൻ്റെ സഹോദരനാണ് അല്ലേ? ആബേലച്ചൻ അപ്പച്ചൻ്റെ ഡയറക്റ്റ് ബ്രദറാണ്, കലാഭവൻ്റെ സ്ഥാപകൻ. എത്രയോ ചെറുപ്പക്കാരെ കലയുടെ അല്ലെങ്കിൽ സിനിമയുടെ ഒക്കെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ മനുഷ്യൻ. അപ്പോൾ പെരിയപ്പുറം എന്ന കുടുംബം ശാസ്ത്രമേഖലയിലും ഈ കലാമേഖലയിലും കേരളത്തിന് സംഭാവന ചെയ്തൊരു കുടുംബമായിട്ട് മാറി. ഓക്കെ, അതിനുശേഷം ഈ മെഡിക്കൽ കോളേജിലെ പഠനത്തിന് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? ഉപരിപഠനാർത്ഥം ഞാൻ ഡബ്ലിനിലേക്കാണ് പോകുന്നത്. നമ്മുടെ റിപ്പബ്ലിക് ഓഫ് അയർലൻഡിൻ്റെ തലസ്ഥാനമായ ഡബ്ലിൻ. ഡബ്ലിൻ അന്നുണ്ടായിരുന്നൊരു പ്രത്യേകത, അവിടുത്തെ റോയൽ കോളേജ് ഓഫ് സർജൻസിൽ ഈ ഓവർസീസ് വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു 6 മാസത്തെ ഒരു കോഴ്സ് അവർ നടത്തുന്നുണ്ട്. FRCSൻ്റെ പാർട്ട് 1. FRCS എന്ന് പറഞ്ഞ പരീക്ഷ 2 പാർട്ടാണ്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. അതിൽ ഈ പാർട്ട് 1ൻ്റെ ഒരു കോഴ്സ് റോയൽ കോളേജിൽ നടത്തുന്നുണ്ട്. വളരെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സാണ്. അപ്പോൾ അതിന് അറ്റൻഡ് ചെയ്യുക, അതിനുശേഷം FRCS പാസ്സാകുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അങ്ങനെ അവിടെ പോയി ഡബ്ലിനിൽ ഒരു 6 മാസം താമസിച്ചു. റോയൽ കോളേജ് ഓഫ് സർജൻസിൽ ഇതിൻ്റെ ട്രെയിനിങ് ലഭിച്ചു. അതിനുശേഷം 1986 ജൂണിലാണ് ആദ്യമായിട്ട് ഞാൻ FRCSൻ്റെ പാർട്ട് 1 പരീക്ഷയ്ക്ക് ഇരിക്കുന്നത്. പരീക്ഷ എനിക്ക് ഭാഗ്യത്തിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. വളരെ റയറായിട്ടുണ്ടാകുന്ന ഒരു ഭാഗ്യമാണത്. അപ്പോൾ അതിനുശേഷം പിന്നീടുള്ള പാർട്ട് 2 ഒരു പ്രയാണമാണ് പിന്നീട്. അല്ല, അപ്പോഴും ഈ ഹൃദ്രോഗ മേഖലയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് തീരുമാനിച്ചിരുന്നു ആ സമയമായപ്പോഴേക്കും? ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ഹാർട്ട് സർജറിയിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ. അന്ന് എൻ്റെ ഗുരുവായിരുന്ന ഡോക്ടർ ചന്ദ്രമോഹൻ, അദ്ദേഹം ഇന്നിപ്പം ട്രിവാൻഡ്രം ഗോകുലം മെഡിക്കൽ കോളേജിൻ്റെ ഡീനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഹൃദയ ശസ്ത്രക്രിയയോടുള്ളൊരു ആഭിമുഖ്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന സമയത്ത് സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോസഫ് പോകുന്നതെല്ലാം നല്ലതാണ്, പോകുന്നവരാരും തിരിച്ചു വരാറില്ല.
അതുകൊണ്ട് ജോസ് തിരിച്ചു വരണം. ഇത്രയും ട്രെയിനിങ് എല്ലാം കിട്ടി കേരളത്തിൽ വന്നിട്ട് ഹൃദയ ശസ്ത്രക്രിയ ആരംഭിക്കുന്ന ഒരു പ്രസ്ഥാനം ടേക്കപ്പ് ചെയ്യണം. 1. 2, പോവുകയാണെന്നുണ്ടെങ്കിൽ ലണ്ടൻ അല്ലെങ്കിൽ എഡിൻബറോ റോയൽ കോളേജിൽ നിന്ന് വേണം FRCS എടുക്കാനായിട്ട്. കാരണം അതിലാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള 2 റോയൽ കോളേജസ്. ഈ 2 ഉപദേശങ്ങളും തന്നിട്ടാണ് സാർ എന്നെ വിടുന്നത്. ഏകദേശം ഒരു 3 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നോ? അയർലൻഡിലെ 3 വർഷത്തിനിടയിൽ ഞാൻ ഡബ്ലിനിൽ 6 മാസം കാർഡിയോതൊറാസിക് സർജറി ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ ജനറൽ സർജറി ചെയ്തത് ഡബ്ലിനിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്ററോളം നോർത്തിലേക്ക് പോകുമ്പോൾ ദ്രോഹിഡ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അറിയുമായിരിക്കും, അവിടെയൊക്കെ യാത്ര ചെയ്ത് കാണും. അവിടെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു നല്ലൊരു ഹോസ്പിറ്റലുണ്ട്. അവിടെയാണ് ഞാൻ ജനറൽ സർജറി ചെയ്യുന്നത്. ട്രോമയും എമർജൻസി മെഡിസിനും അവിടെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ കാർഡിയോതൊറാസിക് സർജറി ചെയ്യുന്നത് ഡബ്ലിനിലെ ദ മാറ്റർ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന നാഷണൽ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അന്ന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അന്ന് ആകെ ഒരു സെൻറ്ററേ ഉള്ളൂ അയർലൻഡിൽ. ഹോൾ ഓഫ് റിപ്പബ്ലിക് അയർലൻഡിൽ ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരേ ഒരു ഹോസ്പിറ്റലേ ഉള്ളൂ. അവിടെ 2 ജോലിയേ ഉള്ളൂ. SHO എന്ന് പറയും, സീനിയർ ഹൗസ് ഓഫീസർ. അതിലൊരു ജോലി ഐറിഷ് സിറ്റിസന് കൊടുക്കണം എന്നുള്ള കമ്പൽസറിയാണ്. മറ്റേ ജോലി ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഐറിഷ് സിറ്റിസന് കൊടുക്കാം, അല്ലെങ്കിൽ ഓവർസീസ് സിറ്റിസൻസിന് കൊടുക്കാം. അപ്പോൾ അന്ന് ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഞാനായിരുന്നു ഏറ്റവും ജൂനിയർ മോസ്റ്റ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്ക് കിട്ടുമെന്നുള്ള കാര്യം. പക്ഷേ ഭാഗ്യവശാൽ ആ ജോബ് എനിക്ക് കിട്ടി. ഒരു പക്ഷേ അവിടെ എത്ര കാലം ഉണ്ടായിരുന്നു? മാറ്ററിൽ 6 മാസം. അതിനുശേഷം 1989 ഞാൻ അവിടെ നിന്ന് UK മാറി പോരുകയായിരുന്നു. ഞാൻ 1989 മുതൽ 1995 വരെ UK പല സ്ഥലങ്ങളിലായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ വെച്ചിട്ടാണ് FRCSൻ്റെ 2ാമത്തെ പാർട്ട് എഡിൻബറോയിൽ നിന്നും ഗ്ലാസ്ഗോ, സാറ് പറഞ്ഞ പോലെ എഡിൻബറോയിൽ നിന്ന് എടുത്തു, ഗ്ലാസ്ഗോയിൽ നിന്നും എടുത്തു. ഒരു ട്രാൻസ്പ്ലാന്റ് ആദ്യമായിട്ട് സാക്ഷ്യം വഹിക്കുന്നത് എപ്പോഴാണ്? ഞാൻ വളരെ ഭാഗ്യം കൊണ്ട് ഞാൻ ഡബ്ലിനിലെ മാറ്റർ ഹോസ്പിറ്റലിൽ ഞാൻ 6 മാസം പ്രവർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞു. അന്നാണ് അയർലൻഡിലെ ഏറ്റവും ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത്. അത്രമാത്രം ത്രില്ലുള്ള ഒരു ഇൻസിഡൻസ് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഉണ്ടായിട്ടില്ല. അന്ന് മാറ്റർ ഹോസ്പിറ്റലിൽ ഹൃദയം മാറ്റിവെക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. ഞാൻ അവിടുത്തെ ജൂനിയർ ഡോക്ടറാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സീനിയർ സർജൻ ഒരു ഡോക്ടർ മോറിസ് നെല്ലിക്കൻ, പിന്നെ നെക്സ്റ്റ് ഒരു ഫ്രെഡി വുഡ്. അപ്പോൾ അവർ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ ഞാനൊരു ജൂനിയർ ഡോക്ടറാണ്, എനിക്ക് അതിൻ്റെ നെറ്റിഗിറ്റിറ്റീസ് എന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ ഒരു ദിവസം രാവിലെ അവിടെ ഭയങ്കരമായ ബഹളങ്ങളും ആൾക്കാർ ഓടുന്നു പിടിക്കുന്നു എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഞാൻ സീനിയർ നേഴ്സിനോട് ചോദിച്ചു, വാട്ട് ഇസ് ഹാപ്പനിങ്? ജോസ്, ഡോണ്ട് യു നോ ദാറ്റ് വി ആർ ഡൂയിങ് ട്രാൻസ്പ്ലാന്റ് ടുഡേ? അപ്പോഴാണ് ഞാൻ അറിയുന്നത് അവിടെ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ നടക്കാൻ പോകുന്നു എന്നുള്ള കാര്യം. അതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഞങ്ങളുടെ ഡോക്ടർമാരിലാണ്ട് വിളിച്ചിട്ടൊരു മീറ്റിംഗ് നടത്തി കഴിഞ്ഞപ്പോൾ ഓരോരുത്തർക്കും ഓരോ ജോലി അസൈൻ ചെയ്യാണ്. യു ഡു ദിസ്. അപ്പോൾ എനിക്ക് തന്നിരുന്ന ജോലി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴെ പോലീസ് ആംബുലൻസിൽ ഹൃദയം വരും, കണ്ടു കാണും, ഒരു പക്ഷേ നമ്മുടെ ഐസ് ബോക്സിൽ കൊണ്ടുവരും. അങ്ങനെ ഒരു ഐസ് ബോക്സ് കൊണ്ടുവരുമ്പോഴത്തേക്കും ഡോക്ടർ ജോസ്, യു ഷുഡ് ഗോ ആൻഡ് പിക്ക് അപ്പ് ദ ഹാർട്ട് ആൻഡ് ബ്രിങ് ഇറ്റ് ടു ദ ഓപ്പറേറ്റിംഗ് തിയേറ്റർ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പോലീസ് ആംബുലൻസിൽ നിന്ന് ഹാർട്ടിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് എൻ്റെ ശരീരം മുഴുവൻ കിടന്ന് വിറക്കുകയാണ്. കാരണം ഒരു രാജ്യത്തെ ഏറ്റവും ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ഈ ഹൃദയത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകമാനം നമ്മളുടെ പ്രോഗ്രാംസ് കൊലാപ്സ് ചെയ്യും. അപ്പോൾ അത്രമാത്രം ഒരു എന്താണ് പറയുന്ന വികാരമില്ലാത്ത വികാരത്തോടു കൂടിയാണ് നമ്മൾ ആ ഹൃദയം പെറിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുമ്പോൾ എനിക്ക് പൊക്കമില്ലാത്തതുകൊണ്ട് കാണാൻ പറ്റില്ല. സായിപ്പന്മാരെല്ലാം നിൽക്കുന്നതിൻ്റെ പുറകെ ഞാൻ ഈ ഹാർട്ടെല്ലാം കൊടുത്തിട്ട് ഡ്രസ്സെല്ലാം മാറിയുന്ന എങ്ങി നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെയാണ് ഇവർ സിറ്റിടുന്ന കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ എന്തുമാത്രം ഒരു ഹൃദയം മാറ്റിയിട്ട് വേറൊരു ഹൃദയം ഒരു മനുഷ്യനിലേക്ക് വയ്ക്കുക എന്ന് പറയുന്നത്, ഞങ്ങളിപ്പോൾ റെഗുലറായിട്ട് അത് ചെയ്യുന്ന കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തരിയല്ല. പക്ഷേ ഇത് അറിഞ്ഞുകൂടാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആദ്യം ഇതിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു ഡോക്ടറാണെങ്കിൽ പോലും വളരെ ഭയങ്കരമായിട്ടുള്ളൊരു വികാരങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും അത് എന്നെ സംബന്ധിച്ചിടത്തോളം പിൽക്കാലത്ത് ഒരു ഭയങ്കരമായൊരു മോട്ടിവേഷൻ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ തന്നിട്ടുണ്ടായില്ലേ. അപ്പോൾ ഏകദേശം ഒരു 15 വർഷത്തോളം UK അയർലൻഡിലുമായിട്ട് ഉണ്ടായിരുന്നു. കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത് ഏത് ഘട്ടത്തിലാണ്, ഏത് സമയത്താണ്? കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത് 1995 ഡിസംബറിലാണ് തിരിച്ചു വരുന്നത്. അത് ഈ മെഡിക്കൽ ട്രസ്റ്റിലേക്കാണോ ആദ്യം വരുന്നത്? അതെ. ഞാൻ അവിടെ ആയിരുന്ന സമയത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാട്ടിൽ തിരിച്ചു വരണം. ഇപ്പം നാട്ടിൽ ആ സമയത്ത് ബൈപ്പാസ് ശസ്ത്രക്രിയ വളരെ വിരളമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ശ്രീചിത്രയിൽ 1-2 എണ്ണം ചെയ്യുന്നു, ഉത്രാടം തിരുനാളിൽ കുറച്ച് ചെയ്യുന്നു. പക്ഷേ വ്യാപകമായിട്ട് നമ്മളുടെ സംസ്ഥാനത്തിലുള്ള എല്ലാ ഹൃദ്രോഗികളും ആൻജിയോപ്ലാസ്റ്റിക്കും ബൈപ്പാസ് സർജറിക്കുമായിട്ട് പോയിരുന്നത് അന്യ സംസ്ഥാനങ്ങളിലേക്കായിരുന്നു. അന്ന് ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ആരംഭിച്ചിട്ടുണ്ടോ? ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് അവിടെ ഒരു മലയാളിയായ ഡോക്ടർ മാത്യു സാമുവലിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ആൻജിയോപ്ലാസ്റ്റി നടക്കുന്നത്. കൂടുതൽ മദ്രാസിൽ തന്നെയായിരുന്നു. അതുപോലെ മഹാരാഷ്ട്ര, ബോംബെയിലും പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു.
അത് താല്പര്യമില്ലാത്തവർ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ പോയി ഒരു സർജറിയും ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യുന്ന ഒരു സിസ്റ്റമായിരുന്നു. അപ്പം ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഈ ബൈപ്പാസ് ശസ്ത്രക്രിയ കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ തിരികെ കേരളത്തിലേക്ക് വരുന്നത്. ആ സമയത്ത് എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രൈവറ്റ് ആശുപത്രിയായിട്ട് നമ്മൾ വെച്ചിരുന്നത്. അപ്പോൾ അവിടുത്തെ ഡയറക്ടറായിരുന്ന ഡോക്ടർ വർഗീസ് പുളിക്കൻ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അവധിക്ക് വരുമ്പോഴത്തേക്കും ഞാൻ ഈ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന് ചുറ്റുമൊക്കെ നടക്കും. കാരണം അന്ന് മുതലേ കോട്ടയത്ത് പഠിക്കുന്ന സമയത്ത് തന്നെ എറണാകുളത്ത് വരുമ്പോഴത്തേക്കും എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഈ ആശുപത്രിയിൽ കയറി ചെല്ലുമ്പോൾ വലിയൊരു ബോർഡുണ്ട്. അതിൻ്റെ മുകളിൽ ഡോക്ടർ TN ജോസഫ് മുതലുള്ള ഓരോ ഡോക്ടർമാരും പേരുണ്ട്. അപ്പോൾ എൻ്റെ പേര് എന്നായിരിക്കും ഇവിടെ എഴുതാൻ പറ്റുക എന്നുള്ളൊരു ചിന്ത പണ്ട് മുതൽ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എപ്പോഴും കേരളത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ആശുപത്രി മെഡിക്കൽ ട്രസ്റ്റ് ആയിരിക്കും എന്നെനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അപ്പം ഞാൻ അവധിക്കാലങ്ങളിലൊക്കെ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നിരുന്ന സമയത്തെല്ലാം മെഡിക്കൽ ട്രസ്റ്റിൽ പോകും. എൻ്റെ ചില സുഹൃത്തുക്കൾ അവരെ ജൂനിയർ ഡോക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരെ കാണും. അങ്ങനെ ഒരിക്കലും ഞാനിങ്ങനെ കാഷ്വാലിറ്റിയിൽ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചു വന്നപ്പോഴത്തേക്കും ഡോക്ടർ സാജൻ പറഞ്ഞു, ജോസെ നമുക്കെന്നാൽ പോയി ഡയറക്ടറെ ഒന്ന് കാണാം. ഞാൻ പറഞ്ഞു വേണ്ട, അതെൻ്റെ ആവശ്യമില്ല, എന്നാൽ കാണാം എന്ന് പറഞ്ഞ് എന്നെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം മെഡിക്കൽ ട്രസ്റ്റിലെ ഡയറക്ടറുടെ റൂമിലേക്ക് പോവാണ്, ഡോക്ടർ വർഗീസ് പുളിക്കൻ. അപ്പോൾ അദ്ദേഹം അവിടെ എന്നെ ഇരുന്നു. പുള്ളി എല്ലാവരും മോനെ എന്ന് വിളിക്കുന്നത്. മോനെ ഇവിടെ ഇരിക്കുക. അതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, മോനെ ഇപ്പം കേരളം എന്തുമാത്രം ഫാസ്റ്റായിട്ടാണ് പുരോഗമിക്കുന്നതെന്ന് അറിയാമോ, അതുകൊണ്ട് മോനെ തിരിച്ചു വരണം, ഞങ്ങളെല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം, നമുക്കിവിടെ ഒരു ഓപ്പൺ ഹാർട്ട് സർജറി പ്രോഗ്രാം ആരംഭിക്കണം. അന്ന് അവിടെ ഓപ്പൺ ഹാർട്ട് സർജറി ഉണ്ട്, വാൽവ് മാത്രമേ നടക്കുന്നുള്ളൂ. ബൈപ്പാസ് ശസ്ത്രക്രിയയാണ് അന്ന് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനം എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ പലപ്പോഴും ഞാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന സമയത്താണ് ഒരിക്കൽ ഈ പറഞ്ഞ ആബേലച്ചനും പുളിക്കൻ ഡോക്ടറുമായിട്ട് മീറ്റ് ചെയ്യുന്നതും ആബേലച്ചനും ഞാനുമായിട്ടുള്ള ബന്ധം പുളിക്കൻ ഡോക്ടറോട് പുള്ളി പറയുന്നതും. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ മിക്കവാറും ആശുപത്രിയിലാകുന്ന കാരണം പുള്ളി അന്ന് മൊബൈലൊന്നുമില്ല, ലാൻഡ് ലൈൻ വിളിച്ച് എൻ്റെ വൈഫ് ജെയ്മിയോട് പറയും, മോളെ ഈ വർഷം ഇത്ര പേഷ്യൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കേരളം പുരോഗമിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഭയം ഞാനിനി ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ചു വരുമോ എന്നൊരു പേടിയുണ്ട് പുള്ളിക്ക്. അപ്പോൾ എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹി വാസ് വർക്കിംഗ് ത്രൂ മൈ വൈഫ്. അപ്പോൾ അങ്ങനെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ അവസാനം ഞങ്ങൾ 1995 ഡിസംബറിൽ നമ്മൾ ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ് ഒക്കെ എടുത്ത് അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി എന്നുള്ളൊരു ഇൻഫർമേഷനുമായിട്ടാണ് ഞങ്ങളിവിടെ വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഡോക്ടർ വൈഫും ആ സമയത്ത് കൂടെ ഉണ്ടോ? വൈഫുണ്ട്. എനിക്ക് 4 വയസ്സുള്ളൊരു മോനും. അതെ, അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ കല്യാണം കഴിക്കുന്നതും കുട്ടി ഉണ്ടാകുന്നത്. ഭാര്യയും ഡോക്ടറാണോ? അല്ല, ഭാര്യ ഹോം മേക്കറാണ്. അപ്പം ഞങ്ങളിവിടെ വരുമ്പോൾ വന്ന് ഇവിടെ എല്ലാം പതുക്കെ ഫ്ലാറ്റിലൊക്കെ കയറി വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് തിരിച്ച് ഹോസ്പിറ്റലിൽ പിറ്റേ ദിവസം ചെല്ലുമ്പോഴത്തേക്കും ഒന്നുമില്ല. എനിക്കിരിക്കാൻ ഒരു കസേര പോലും ഇല്ല എന്നുള്ളതായിരുന്നു സത്യം. ശരിക്കും ഐ വാസ് വെരി ഡിപ്രസ്ഡ്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനൊരു പോയിന്റ് ഉണ്ടായിരുന്നു. കാരണം കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഒരു കാത്ത് ലാബിന് ആ സമയത്ത് 3 കോടി രൂപ, ഹാർട്ട് ലങ് മെഷീന് 50 ലക്ഷം രൂപ, ഒരു ഓപ്പറേഷൻ തിയേറ്റർ, ടേബിൾ, ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 10 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പം അദ്ദേഹം ഇതെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അന്നത്തെ കാലത്ത് ഡോക്ടർ ജോസ് ചാക്കോ വന്നില്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വന്നിട്ട് ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും? അങ്ങനെ ഒരു ത്രിശങ്കുവിലാണ് നമ്മളവിടെ നിൽക്കുന്നത്. അങ്ങനെ ഇരുന്ന സമയത്ത് ഇങ്ങനെ ഡോക്ടർ ഇപ്പം ഞാനവിടെ നിൽക്കുമെന്ന് ഉറപ്പ് വരുത്തി പതുക്കെ ഓരോരോ ഉപകരണങ്ങൾക്കായിട്ട് ഓർഡർ വന്നു. അങ്ങനെ ഏകദേശം അതായത് 1997 ജൂലൈ 3-ാം തീയതിയാണ് ഞാൻ ആദ്യത്തെ ഓപ്പൺ ഹാർട്ട് സർജറി മെഡിക്കൽ ടെസ്റ്റ് ചെയ്യുന്നത്. 1.5 വർഷത്തോളം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ അത് ഞാൻ എന്തുകൊണ്ട് തിരിച്ചു പോയില്ല എന്നുള്ളൊരു വെച്ചാൽ എനിക്ക് ഡൊമസ്റ്റിക് ആയിട്ട് എൻ്റെ ഗ്രാൻഡ് മദർ സിക്കായി. അപ്പം എൻ്റെ 2 ബ്രദേഴ്സുണ്ട്, ഒരാൾ കാനഡയിലും ഒരാൾ ഇംഗ്ലണ്ടിലുമാണ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് എൻ്റെ ഗ്രാൻഡ് മദറിനെ ശുശ്രൂഷിക്കേണ്ട ഒരു സാഹചര്യം വന്നു. ഈ മെഡിക്കൽ ട്രസ്റ്റിൽ ഇങ്ങനെ ഒരു ഓപ്പൺ ഹാർട്ട് സർജറി അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് സർജറി ആദ്യമായിട്ട് ചെയ്യുമ്പോൾ സഹായിക്കാൻ വേറെ ആരാ ഉണ്ടായിരുന്നത്? ഇതിൽ പരിചയമുള്ള ആരെങ്കിലും ആ സമയത്ത് ലഭ്യമായിരുന്നോ? ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും എനിക്ക് ഇവിടെ ഉപകരണങ്ങളും സെറ്റപ്പും അല്ലാതെ എനിക്ക് വേണ്ടിയിരുന്ന ഒരു കാർഡിയോളജിസ്റ്റ്, ഒരു നല്ല അനസ്തറ്റിസ്റ്റ്, ഇത് 3ഉമാണ് നമ്മുടെ ടീമിൻ്റെ ഭാഗങ്ങൾ. പിന്നെ കുറച്ച് നേഴ്സുമാർ, പിന്നെ നമ്മുടെ ഹാർട്ട് ലങ് മെഷീൻ പ്രവർത്തിപ്പിക്കുന്ന പെർഫ്യൂഷനിസ്റ്റ് എന്ന് പറഞ്ഞൊരു ട്രെയിൻഡ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആരും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ പതുക്കെ ഞാനൊരു കാർഡിയോളജിസ്റ്റിനെ വെല്ലൂരുന്ന കണ്ടുപിടിച്ചു, അപ്പോയിൻറ്റ് ചെയ്തു. ഹാർട്ട് ലങ് മെഷീനിലെ ടെക്നീഷ്യൻസിനെ, കുറച്ച് നേഴ്സസിനെ അപ്പോയിൻറ്റ് ചെയ്ത് അവരെ വെല്ലൂർക്ക് വിട്ട് ട്രെയിൻ ചെയ്തു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓപ്പറേഷൻ തുടങ്ങുന്ന ഒരു സമയത്തേക്ക് വന്ന് എല്ലാം ഒരുങ്ങി. അത് 1997 ജൂലൈ മാസം 3-ാം തീയതിയാണ് ആദ്യത്തെ ഓപ്പറേഷൻ നടക്കുന്നത്. തുക്രാനയുടെ ദിവസമാണ്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന എൻ്റെ ഒരു ഗുരുനാഥനുണ്ടായിരുന്നു ഇംഗ്ലണ്ടിൽ, മിസ്റ്റർ ഇയാൻ ബ്രക്കൻറിഡ്ജ് എന്നാണ് പുള്ളിയുടെ പേര്. ഇപ്പം ഇല്ല, പക്ഷേ അദ്ദേഹത്തെ ഒത്തിരി ശസ്ത്രക്രിയകൾ ഞാൻ സഹായിച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ ബ്രക്കൻഡിഡ്ജ് ഞാൻ പോരുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നു ജോസ്, പുള്ളി എന്നെ ജോഷ് എന്നാണ് വിളിച്ചത്. ജോഷ്, വെൻ യു ഡു സർജറി തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ അവിടെ വന്ന് ഐ വിൽ സ്പെൻഡ് 2 weeks വിത്ത് യു എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അതിശയിച്ചു. ഞാൻ ഇവിടുന്ന് ഇവിടെ പോരുമ്പോഴത്തേക്കും അദ്ദേഹം ഒരു സായിപ്പ് എന്നോട് വന്ന് ഇവിടെ വന്ന് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വലിയ സന്തോഷമായി. അപ്പം ഞാൻ പറഞ്ഞു, സാർ വി വിൽ ടേക്ക് കെയർ ഓഫ് ഓൾ യുവർ ലോജിസ്റ്റിക്സ്, എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. നോ യു ജസ്റ്റ് ഗീവ് മി ആൻ അക്കോമഡേഷൻ സംവർ, എവിടെയെങ്കിലും താമസിക്കാൻ ഒരു സ്ഥലം മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം റെഡിയായി. അപ്പോൾ ഞാനിങ്ങനെ ഓപ്പറേഷൻ എല്ലാ ദിവസവും ഒപ്പിപ്പോവും, ഏതെങ്കിലും ഹൃദയം മുറിക്കാൻ വേണ്ടി ആരെങ്കിലും വരും എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന അവസാനം വന്നത് ഒരു ഭയങ്കര പേടിച്ചു തൂറി ഒരു ഷംസുദ്ദീൻ എന്ന് പറഞ്ഞൊരു പേഷ്യൻ്റായിരുന്നു. ഷംസുദ്ദീന് ഹൃദയത്തിലൊരു ദ്വാരമായിരുന്നു, ജന്മനാ ഉള്ള ദ്വാരമാണ്. ഇദ്ദേഹം പോയി എല്ലാ ആശുപത്രിയിലും പോയി ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നൊരു മനുഷ്യനാണ്. ഇത് കൂടാതെ എങ്ങനെയും നടക്കുമെന്നറിയാൻ ഇത് കൂടാതെ അതെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ഇവിടെ കേരളത്തിൽ ഒരിക്കലും ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാത്ത ഒരാളുടെ അടുത്ത് വന്നിരിക്കേണ്ട ഒരു വ്യക്തിയല്ല ഇയാൾ. എല്ലാ പ്രമുഖ സർജൻസിൻ്റെ അടുത്ത് നിന്നും തിരിച്ചു വന്നേക്കുന്ന. അപ്പം ഞാൻ ഷംസുദ്ദീനെ എടുത്തിട്ട് ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു. എന്നിട്ട് അവസാനം ഞാൻ പറഞ്ഞു, ഈ ദ്വാരം അടയ്ക്കണം, ഇല്ലെങ്കിൽ ഭാവിയിൽ ഇതിനകത്തോടെയുള്ള ബ്ലഡ് ഫ്ലോ റിവേഴ്സ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഷംസുദ്ദീൻ എന്ന് പറയും. അപ്പോൾ അവസാനം പുള്ളി മൂളിയൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ട് സർജറി ചെയ്തിട്ടില്ല, ഷംസുദ്ദീൻ എഗ്രിയാണ്, ഷംസുദ്ദീൻ്റെതായിരിക്കും ആദ്യത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു. അന്നേരവും പുള്ളി വളരെ നിസ്സംഗനായിട്ട് നിന്നു. അത് കഴിഞ്ഞ് പുള്ളി അങ്ങോട്ട് പോയി. പിന്നെ പുള്ളി ഒരിക്കലും തിരിച്ചു വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. 2 ദിവസം കഴിയുമ്പോൾ പുള്ളി വീണ്ടും OP-യുടെ പുറത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു, ഞാൻ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഷംസുദ്ദീൻ ആദ്യമായിട്ട് ഓപ്പറേഷൻ ചെയ്തത്. അപ്പോൾ ഈ ഷംസുദ്ദീൻ സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഉടനെ എൻ്റെ ബ്രക്കൻഡിഡ്ജ് ബോസിനെ ഇംഗ്ലണ്ടിൽ വിളിച്ചു. അപ്പോൾ അദ്ദേഹം ടിക്കറ്റൊക്കെ എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഇവിടെ വന്നു. അന്ന് നമ്മളുടെ MG റോഡിനുണ്ടായിരുന്ന അബാദ് പ്ലാസയിൽ നല്ലൊരു മുറിയൊക്കെ കൊടുത്തു. അപ്പോൾ പുള്ളി ഓപ്പറേഷൻ 2 ദിവസം മുമ്പേ ഞങ്ങളുടെ തിയേറ്ററിൽ വന്നു, എല്ലാ സംഗതികളും കണ്ടു. അപ്പോൾ അന്ന് ഈ മോക്ക് ഡ്രില്ല് പോലെ ഒരു മോക്ക് സർജറി നടത്തണമെന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു അസിസ്റ്റൻറ്റ് ഡോക്ടർ പ്രവീൺ, പുള്ളിയെ പേഷ്യൻ്റായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടത്തി. ഹാർട്ട് ലങ് മെഷീൻ അവിടെയുണ്ട്, നേഴ്സുമാരുണ്ട്, അനസ്തറ്റിസ്റ്റ്. അപ്പോൾ ഓരോരോ സ്റ്റെപ്പും നമ്മൾ റിഹേഴ്സ് ചെയ്യണം. അനസ്തറ്റിസ്റ്റ് ലൈൻസ് ഇടുന്ന മുതൽ, ഡ്രിപ്പ് ഇടുന്ന മുതൽ, അനസ്തീസിയ കൊടുക്കുന്ന മുതൽ, നേഴ്സുമാർ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുന്ന മുതൽ, ഓരോ ഇൻസ്ട്രുമെൻറ്റും, പെർഫ്യൂഷനിസ്റ്റ് അവരുടെ. അപ്പോൾ നമ്മൾ അദ്ദേഹം വാസ് എ വെരി ഗുഡ് ടീച്ചർ. ഓരോന്നും നൈഫ് എന്ന് പറയുമ്പോൾ നൈഫ്, അപ്പോൾ ഈ നൈഫല്ല ആ നൈഫ്, അത് മാറ്റി അത് വെക്കുന്നു. അങ്ങനെ ഓരോന്നോ ചെയ്തു. ഓപ്പറേഷൻ ചെയ്യല്ല നമ്മൾ പ്രിറ്റൻഡ് ചെയ്ത്, അതിന് കാനുല, ഹാർട്ട് ലങ് മെഷീൻ്റെ സർക്യൂട്ട് എല്ലാം അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്തു. എന്നിട്ട് പുള്ളി പോയിട്ട് പറഞ്ഞു, നമുക്ക് ഒന്നോടെ ചെയ്യണമെന്ന്. പിറ്റേ ദിവസം വേറെ ആളെ കിടത്തിയിട്ട് ഇത് തന്നെ ചെയ്തു. അങ്ങനെ എല്ലാം ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ആദ്യമേ ഈ ഷംസുദ്ദീൻ്റെ ഓപ്പറേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ തുടങ്ങുന്നു, ഇയാൻ ബ്രക്കൻഡിഡ്ജ് ഓപ്പോസിറ്റ് നിൽക്കുന്നു. അപ്പോൾ മെഡിക്കൽ ടെസ്റ്റിലെ ഡോക്ടർമാർക്കൊന്നും എന്നെ പരിചയമില്ല. അപ്പോൾ അവരെല്ലാം വിചാരം ആദ്യത്തെ ഓപ്പറേഷനാണ്, മിക്കവാറും ഈ ബോഡി മോർച്ചറിയിലേക്ക് വരും എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് അവിടുത്തെ ഡോക്ടർമാരുടെ സംസാരം. എനിവേ ഷംസുദ്ദീൻ്റെ ഓപ്പറേഷൻ വിജയകരമായിട്ട് കഴിഞ്ഞു. ആ സമയത്ത് മറ്റേ സീനിയർ ഡോക്ടർ അവിടെ ഇത് കണ്ടു നിൽക്കുന്നുണ്ട്. സീനിയർ ഡോക്ടറിൻ്റെ ഓപ്പോസിറ്റ് സ്ക്രബ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യാണ്, അസിസ്റ്റിംഗ് മീ. പുള്ളി അത്രമാത്രം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷംസുദ്ദീൻ്റെ ഓപ്പറേഷന് തലേ ദിവസമാണ് വേറൊരു പേഷ്യൻ്റ് എന്നെ കാണാൻ വന്നത്. ഷിംല എന്നാവുള്ള പേര്. ഈ ഷിംലയുടെയും അസുഖം ഇത് തന്നെയായിരുന്നു, ഈ ASD എന്ന് പറഞ്ഞൊരു അസുഖമായിരുന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഷിംലയുടെ ഓപ്പറേഷൻ ഞങ്ങൾ ഫിക്സ് ചെയ്യണം. അപ്പോഴും ബ്രക്കൻഡിഡ്ജ് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഓപ്പറേഷൻ ഷംസുദ്ദീൻ്റെ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയി, കുഴപ്പമൊന്നുമില്ലാതെ പോയി. പിന്നെ ഷിംലയുടെ ഓപ്പറേഷൻ ഇതുപോലെ തന്നെ പുള്ളി അസിസ്റ്റ് ചെയ്തു. അന്നും നമ്മുടെ ഡോക്ടർമാരെല്ലാം മോർച്ചറിയിലേക്ക് ബോഡി വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, നടന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രക്കൻഡിഡ്ജിന് പോകണം. 2 ആഴ്ച ഉണ്ടായിരുന്ന അതിനിടയ്ക്ക് ഈ പരിപാടിയെല്ലാം നടന്ന് പുള്ളി പോവാണ്. പിന്നെ ഉള്ളത് എനിക്ക് വന്ന പേഷ്യൻ്റ് ഷമീറ എന്ന് പറഞ്ഞൊരു പേഷ്യൻ്റാണ്. ഷമീറയ്ക്കും ഈ ASD എന്ന് പറയുന്ന അസുഖമാണ്. ഇത് വളരെ ഒരു റയർ കോയിൻസിഡൻസാണ്. സാധാരണ നമുക്ക് അങ്ങനെ ASD ഓപ്പറേഷനാണ് ഏറ്റവും എളുപ്പമുള്ള ഓപ്പറേഷൻ. നമുക്ക് ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ട്രയൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടൊരു ഓപ്പറേഷനാണ്. അപ്പോൾ ഷമീറയുടെ ഓപ്പറേഷൻ വന്നപ്പോൾ ഡോക്ടർമാർ മനസ്സിലാക്കാൻ സായിപ്പ് പോയി, ഇനി പണി കിട്ടും. അങ്ങനെ ഷമീറയുടെ ഓപ്പറേഷൻ കഴിയുന്നു. എല്ലാവരും വളരെ ഡിപ്രസ്ഡായി, പേഷ്യൻ്റ് രക്ഷപ്പെട്ടു. അങ്ങനെ 3 പേഷ്യൻസ് ഷായിൽ ആരംഭിക്കുന്ന 3 പേഷ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗ്യാശ്രമമായിട്ട് ഭാഗ്യാശ്രമമെന്ന് പറയാറുണ്ട്. സർജറിയെക്കുറിച്ചൊരു ചോദ്യം. ഈ ഹൃദയം എന്ന് പറയുന്നത് ഈ വാരിയലിനകത്തിരിക്കുന്നതാണല്ലോ. ഇത് സാധാരണ ഞങ്ങളാരും ഈ സർജറി നടക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടില്ല. എൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ ചിലപ്പോൾ കാണാൻ കിട്ടുമായിരിക്കാം. ഈ ഹൃദയത്തിലേക്കുള്ള ആക്സസ് എങ്ങനെയാണ്? ഒരു പേഷ്യൻറ്റിനെ ഓപ്പറേഷൻ ടേബിളിൽ കിടത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹൃദയത്തിലേക്ക് ഡോക്ടറുടെ കൈ എത്തുന്നത്? വാരിയലുകൾ എന്ന് പറയുന്നത് നമ്മുടെ 2 സൈഡിലും നമ്മുടെ ബക്കറ്റിൻ്റെ ഹാൻഡിൽ പോലെ നമുക്ക് 12 വാരിയലുകളുണ്ട്.
ഇത് വന്ന് ഘടിപ്പിക്കുന്ന ഒരു ബ്രസ്റ്റ് ബോൺ എന്ന് പറയും നമ്മുടെ ഫ്രണ്ടിൽ, സ്റ്റെർണം എന്ന് പറയും. സ്റ്റെർണം അതൊരു സോളിഡ് ബോണാണ്. നമ്മളിങ്ങനെ പിടിച്ചു നോക്കിയാൽ അറിയാം. ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ നമുക്കത് കഴുത്തിന്റെ അവിടെ പിടിച്ചു നോക്കിയാൽ ഒരു ഡിപ്പുണ്ട്, ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ഡിപ്പുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ബോണാണ്. ഇതിന്റെ സൈഡിലേക്കാണ് നമ്മുടെ വാരിയലുകളെല്ലാം വന്ന് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ഒരു മുറിവുണ്ടാക്കിയിട്ട് ഞങ്ങൾക്കൊരു സോയുണ്ട്, നമ്മളുടെ സ്റ്റേണൽ സോ എന്ന് പറയും, അറക്കവാളിൻ്റെ ഒരു മോഡിഫൈഡ് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ഇലക്ട്രിക് ബാറ്ററി ഓപ്പറേറ്റഡ്. അതിങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നേരെ ഇതങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. അത് കട്ട് ചെയ്യാണ് ഈ വാരിയലിൻ്റെ എല്ലാ വാരിയലിൻ്റെ അല്ല, വാരിയലിൽ ഘടിപ്പിച്ചേക്കുന്ന ഈ സ്റ്റെർണം എന്ന് പറയുന്ന ബോൺ, ബോണിന് ഏകദേശം ഒരു 2 ഇഞ്ച് വീതിയുണ്ട്. അതിന്റെ നടുക്കൂടെ കറക്റ്റ് മിഡ് ലൈൻ സ്റ്റെർണോട്ടമി എന്നാണ് പറയുന്നത്. കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ അകത്തേക്ക് ജസ്റ്റ് ക്യാവിറ്റിയിലേക്ക് എൻ്റർ ചെയ്യാണ്. പിന്നെ നമ്മൾ കാണുന്നത് പെരിക്കാർഡിയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഹൃദയത്തിന്റെ ഒരു കവചം. ആ കവചം തുറന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഹാർട്ടിലേക്ക് ആക്സസ് ആണ്. പിന്നെ നമുക്ക് വേണ്ട ശസ്ത്രക്രിയ എന്തെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ അസ്ഥി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അസ്ഥിയുടെ ഒരു കവചം പൊട്ടിച്ചിട്ട് ചെയ്യേണ്ട സർജറി പ്രധാനമായിട്ട് ഈ ഹാർട്ടിൻ്റെതായിരിക്കുമല്ലോ. ഹാർട്ട് അല്ലെങ്കിൽ ലങ്സ്, അതിന് വേണ്ടിയിട്ടുള്ള തൊറാസിക് ഓർഗൻ, ചെസ്റ്റ് ഓർഗന് മാത്രമേ ഉള്ളൂ നമ്മളങ്ങനെ ചെയ്യേണ്ടി വരത്തുള്ളൂ സാധാരണഗതി. ഇത് ഈ സർജറിക്ക് ശേഷം ഇതിനെ വീണ്ടും എങ്ങനെയാണ് ഈ അസ്ഥി കൂട്ടിപ്പിടിപ്പിക്കുന്നത്? അത് നമ്മൾ ആക്ച്വലി സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ കൊണ്ടാണ്. അത് നമ്മൾ അവിടെ ബോണിന്റെ 2 സൈഡിലും കയറ്റിട്ട് നമ്മൾ പിരിച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് വെക്കുക. അതവിടെ ഇരുന്നോളും. അത് നമ്മളൊരു അത് തന്നെ അസ്ഥി ജോയിന്റ് ആവുമോ? ജോയിന്റ് ആവും. ഒരു 6 ആഴ്ച കൊണ്ട് അത് ജോയിന്റ് ആവും. ഇത് കട്ട് ചെയ്യാനും ഇത് ജോയിൻ ചെയ്യാനും ഒന്നും ഒരു ഓർത്തോ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യമില്ല. അതെല്ലാം നമ്മളുടെ ജൂനിയർ ഡോക്ടേഴ്സ് മുതൽ എല്ലാവരും ചെയ്യുന്നത്. വിചാരിക്കുന്ന പോലെ അത്രയും വലിയൊരു കോംപ്ലക്സ് പ്രൊസീജിയർ അല്ല. ഇറ്റ്സ് മച്ച് സേഫർ ആൻഡ് ആക്ച്വലി ഹൃദയ ശസ്ത്രക്രിയ മറ്റ് ശസ്ത്രക്രിയേക്കാളും വളരെ ലെസ് പെയിൻ ആണ്. നമ്മളിപ്പോൾ വയറിന് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ മാംസപേശികളിലൂടെ നമ്മൾ കട്ട് ചെയ്യണം. അതുപോലെ വയർ എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്യുന്നൊരു സ്ട്രക്ചറാണ്. ചെസ്റ്റിലൂടെ ഓപ്പറേറ്റ് ചെയ്ത് നമ്മൾ വയറിട്ട് കഴിഞ്ഞാൽ അത് ഫിക്സ്ഡ് ആയി. നമ്മുടെ അബ്ഡമിനൽ വോൾ മൂവ് ചെയ്യുന്ന പോലെ ചെസ്റ്റിന്റെ വോൾ മൂവ് ചെയ്യാത്തത് കൊണ്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിനും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ വളരെ കുറവായിരിക്കും. ശസ്ത്രക്രിയ വളരെ സങ്കീർണമാണെങ്കിലും വലുതാണെന്നുണ്ടെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പെയിൻ ആൻഡ് സഫറിങ് വിൽ ബി മച്ച് ലെസ്. ഈ ട്രാൻസ്പ്ലാന്റ് സർജറികളിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ഹൃദയത്തിന്റെ ട്രാൻസ്പ്ലാന്റ് ആണെന്ന് വേണേൽ പറയാമോ? അല്ല, ഒരുപക്ഷെ ഏറ്റവും എളുപ്പമുള്ളത് ഹൃദയത്തിൻ്റെ ആയിരിക്കും. ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ലിവറാണ്. ഇന്റേണൽ ഓർഗൻസിൽ മൾട്ടിപ്പിൾ കണക്ഷൻസ് ഉണ്ട്. ഒത്തിരി രക്തധമനികൾ കണക്ട് ചെയ്യണം. അപ്പോൾ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നതും ലിവറിൻ്റെതാണ്. ലിവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുപക്ഷെ ഹാർട്ടായിരിക്കും ഡിഫിക്കൽട്ട്, പിന്നെ കിഡ്നി ആയിരിക്കും. നമ്മളൊരു ഹൃദയം മാറ്റിവെക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു ഹൃദ്രോഗാവസ്ഥ അതെന്താണ് ശരിക്കും? സാധാരണഗതിയിൽ നമ്മൾ ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്ന വ്യക്തികൾക്ക് ആ ഹൃദയത്തിലെ മസിൽസ് നോർമലായിരിക്കും. ആ മസിൽസിന് ആവശ്യത്തിനായിട്ട് രക്തം കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ ബൈപ്പാസ് ശസ്ത്രക്രിയ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹാർട്ട് പമ്പ് ചെയ്യുമ്പോഴത്തേക്കും തുറന്നു കൊടുക്കേണ്ട വാൽവ് തുറക്കാത്തത് കൊണ്ടായിരിക്കും നമ്മൾ വാൽവ് മാറ്റി വയ്ക്കുന്നത്, അല്ലെങ്കിൽ ലീക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ അവിടെയെല്ലാം നമ്മുടെ ഹൃദയത്തിൻ്റെ പമ്പിങ് നോർമലായിരിക്കും. ഹൃദയത്തിലെ മാംസപേശികളുടെ പ്രത്യേകിച്ച് അതിനെ ഇലാസ്റ്റിക് മസിൽസ് നമ്മൾ വിളിക്കുന്നത്. അതിൻ്റെ ലെങ്ത് കൂടാനും ലെങ്ത് കുറയാനും പറ്റും. എങ്കിലേ ഉള്ളൂ ഹൃദയത്തിന് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. രക്തം വന്ന് ഹൃദയത്തിൽ നിറയുമ്പോഴത്തേക്കും ഹൃദയം എക്സ്പാൻഡ് ചെയ്യുന്നു. സാധാരണഗതിയിൽ ഒരു ഹൃദയത്തിൽ 100 ml രക്തം വന്ന് നിറയുന്നു. ആ ഫുള്ളായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇലാസ്റ്റിക് വിടുന്നത് പോലെ റീകോയിൽ ചെയ്യുന്നു ഹൃദയം. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു 70-80 ml ബ്ലഡ് ഹൃദയം പമ്പ് ചെയ്യുന്നു. അങ്ങനെ 70-72 പ്രാവശ്യം 1 മിനിറ്റിൽ ഹൃദയം പമ്പ് ചെയ്യാണ്. ഇപ്പോൾ 72 പ്രാവശ്യമാണ്. 72 × 70 എന്ന് പറയുമ്പോൾ 5 ലിറ്റർ. ഈ 5 ലിറ്റേഴ്സാണ് നമ്മുടെ ശരീരത്തിലുള്ള ആകെ ബ്ലഡിൻ്റെ അളവ്. അത് ആ 5 ലിറ്റർ ബ്ലഡ് 1 മിനിറ്റിൽ ഹൃദയം പമ്പ് ചെയ്യാണ്. ഈ മാംസപേശികൾക്ക് ബലക്ഷയം വരുന്നു. അതായത് ഈ ഇലാസ്റ്റിസിറ്റി കുറയുന്നു. നമ്മളൊരു ഇലാസ്റ്റിക് ബാൻഡിന്റെ ഇലാസ്റ്റിസിറ്റി കുറയുമ്പോൾ നമ്മൾക്കറിയാം വലിച്ചാൽ നീളും, പക്ഷേ ഇറ്റ് വിൽ നോട്ട് റീകോയിൽ പ്രോപ്പർലി. തിരിച്ച് പഴയ സ്ഥിതിയിലേക്ക് വരുത്താൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ 100 ml വന്ന് നിറയുന്ന ഹൃദയം പമ്പ് ചെയ്യുമ്പോഴത്തേക്ക് 70 ml പോകുന്നതിനും പകരം ദാറ്റ് വിൽ കം ഡൗൺ ടു 65-60. ഒരു 35% ആയി കഴിയുമ്പോൾ നമ്മൾ ഈ പേഷ്യൻ്റ് ഈസ് ഇൻ ഹാർട്ട് ഫെയിലിയർ എന്ന് പറയും. ഈ ഹാർട്ട് ഫെയിലിയറുമായിട്ട് ജീവിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് എന്തൊക്കെയായിരിക്കും പ്രശ്നങ്ങൾ നേരിടുക? ഒരു 35% ഒക്കെ ആയിട്ട് കുറഞ്ഞാൽ അത് ഹാർട്ട് ഫെയിലിയർ ആണ്. അവർക്ക് ഹാർട്ട് ഫെയിലിയർ വന്നു കഴിയുമ്പോഴത്തേക്കും ജനറലി അവർ അനുഭവപ്പെടുന്ന പ്രശ്നം ശ്വാസം മുട്ടാണ്. അവർക്ക് നടക്കുമ്പോൾ ശ്വാസം മുട്ട്, സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല, അവരുടെ കാലിൽ ചിലപ്പം നീര് വരാം, അവർക്ക് വിശപ്പില്ലായ്മ വരാം, വെയിറ്റ് ലോസ് വരാം, ചിലപ്പം എഡീമ സ്വെല്ലിങ് വരാം, രാത്രി കിടക്കുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട്
ഗ്യാസ്പിംഗ് ഫോർ ബ്രത്ത്, പലരും ഇരുന്ന് ചാരുകസറിൽ നിന്ന് ഉറങ്ങുന്നതായിട്ട് പറയാം. അങ്ങനത്തെയുള്ള സിംറ്റംസും സൈൻസും ഒക്കെ ഈ ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ ഹൃദയപരാജയത്തിന്റെ അപ്പോൾ ലക്ഷണം. ഈ ഹൃദയപരാജയം എത്ര ശതമാനം വരെ എത്തിയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ മാർഗങ്ങളുണ്ടോ ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ ഇപ്പോൾ പോയിട്ട്? തീർച്ചയായിട്ടും അതിനുള്ള പരിശോധനയാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന എക്കോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ. ഹൃദയത്തിന്റെ ഹാർട്ടിന്റെ സ്കാനിങ് എന്ന് പറയും. നമ്മൾ ഹാർട്ടിന്റെ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്ന ECG, പിന്നെ നമ്മൾ ചെയ്യുന്നത് എക്കോ കാർഡിയോഗ്രാമാണ്. അതായത് നമുക്കൊരു മെഷീനുണ്ട്, നമ്മൾ വയറിൻ്റെ ഒക്കെ സ്കാൻ ചെയ്യുന്ന പോലെ. അപ്പോൾ അതിനകത്ത് ഹാർട്ടിൻ്റെ ഓരോ അറകളുടെ പ്രവർത്തനം, പമ്പിങ്ങിൻ്റെ ശതമാനം, വാൽവിൻ്റെ പ്രവർത്തനം, ഓരോ റീജിയൻ്റെയും പമ്പിങ്ങിൻ്റെ കപ്പാസിറ്റി എല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ലേറ്റസ്റ്റ് മെഷീൻസ് എക്കോ കാർഡിയോഗ്രാം എന്ന് പറയുന്ന ടെസ്റ്റിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പ്രവർത്തനം തീരെ വീക്കായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ വീക്കാകുന്നതിൻ്റെ കാരണം നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അവിടെ ആൻജിയോഗ്രാം ചെയ്യുന്ന ബ്ലോക്കില്ല, വാൽവിന് എക്കോ കാർഡിയോഗ്രാം ചെയ്യുമ്പം പ്രോബ്ലംസ് ഒന്നുമില്ല. അങ്ങനെ പിന്നെ ഇതിനെ നമ്മൾ ഒരു കാർഡിയോമയോപ്പതി, ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി എന്ന് പറയും. ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി വികസിച്ചിരിക്കുന്നു. അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുന്നു. പേഷ്യൻ്റ് റെസ്പോണ്ട് ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോൾ ആ മരുന്നിനോട് റെസ്പോൺസ് കുറയുന്നു. അപ്പോൾ നമ്മൾ ഡോസ് കൂട്ടുന്നു. പിന്നെ നമ്മൾ വേറെ മരുന്ന് ആഡ് ചെയ്യുന്നു. അങ്ങനെ കുറേ നാളുകൾ പോയി കഴിയുമ്പോഴത്തേക്കും പേഷ്യൻ്റ് ഗോസ് ഇൻ ടു എ സ്റ്റേജ്, നോട്ട് എവരിബഡി, സം ഓഫ് ദ റിക്കവർ ടു എ സ്റ്റേജ് കോൾഡ് എൻ സ്റ്റേജ് കാർഡിയക് ഫെയിലിയർ. എൻ സ്റ്റേജ് നമ്മൾ ഇനി പരിഹരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലെത്തി, എൻഡ് ഓഫ് ദ റോഡ് ആ പേഷ്യൻ്റ് എത്തുകയാണ്. സാധാരണഗതിയിൽ എത്ര ശതമാനം പേർക്ക് ഈ പറഞ്ഞ ഹൃദയത്തിൻ്റെ ഈ മസിലുകൾ ചുരുങ്ങാത്ത അവസ്ഥ വരുമ്പോൾ അത് മരുന്ന് കൊണ്ട് പരിഹരിക്കപ്പെടാറുണ്ട്? എത്ര ശതമാനം പേർക്ക്? നമുക്ക് ആക്ച്വലി ഒരു 100 പേര് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു 80 പേർക്കും പരിഹരിക്കപ്പെടും. ശരി. ബാക്കിയുള്ള ഒരു 10 to 20% ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ അവരുടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണമെന്ന് സജസ്റ്റ് ചെയ്യുന്നത്. ഹൃദയം മാറ്റി വെക്കാൻ ഒരു രോഗി തീരുമാനിക്കപ്പെട്ടാൽ അയാൾക്ക് മറ്റ് ആരോഗ്യ ഘടകങ്ങളൊക്കെ പ്രധാനമല്ലേ? അയാൾ അതിന് എത്ര കണ്ട് എലിജിബിൾ ആയിരിക്കണം? ഹൃദയം മാറ്റിവെക്കുന്ന വ്യക്തിയുടെ ലിവർ നോർമലായിരിക്കണം, കിഡ്നി നോർമലായിരിക്കണം, ശ്വാസകോശം നോർമലായിരിക്കണം, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ നോർമലായിരിക്കണം, അദ്ദേഹത്തിൻ്റെ സൈക്കോളജിക്കൽ സ്റ്റേറ്റസ് നോർമലായിരിക്കണം, അദ്ദേഹത്തിന് നല്ലൊരു ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരിക്കണം, ഒരു സോഷ്യൽ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കാനും അത് അഫോർഡ് ചെയ്യാനും പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം. മറ്റേത് ഓർഗനുമായിട്ട് ബന്ധപ്പെട്ടതിനേക്കാൾ ഈ ഹൃദയവും ശ്വാസകോശവും തമ്മിലുള്ള ബന്ധം വളരെ കൂടുതലാണോ? തീർച്ചയായിട്ടും അതൊരു ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കാൾ വലിയ ബന്ധമാണത്. കാരണം ഹൃദയം പമ്പ് ചെയ്യുന്നു, ശ്വാസകോശം രക്തം ശുദ്ധീകരിക്കുന്നു. അപ്പോൾ ശുദ്ധീകരിക്കാത്ത ബ്ലഡ് പമ്പ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അശുദ്ധ രക്തം നമുക്ക് പറയാനാവില്ല. നമ്മുടെ രക്തം, നല്ല രക്തം എല്ലാ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പോയിട്ട് അവിടെ നിന്ന് മെറ്റബോളൈറ്റ്സും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ എടുത്ത് തിരിച്ച് ഹൃദയത്തിൻ്റെ വലതുവശത്തെ അറയിൽ വരുന്നു. വലതുവശത്തെ അറ ഈ രക്തം പമ്പ് ചെയ്യുന്നത് ശ്വാസകോശത്തിലേക്കാണ്. ആ ശ്വാസകോശത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ചെല്ലുകയാണ്. ആ സമയത്താണ് നമ്മൾ ശ്വാസം വിടുന്നത്. അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മൾ ഓക്സിജൻ എടുത്ത് ഈ രക്തത്തിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ തിരിച്ചുവിടുകയാണ്. ഈ ശുദ്ധരക്തം ശരീരത്തിൻ്റെ ഇടത് അറയിലേക്ക് വരുന്നു, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ആ ലെഫ്റ്റ് വെൻട്രിക്കിളാണ് ഈ ശുദ്ധരക്തം വീണ്ടും ശരീരത്തിലേക്ക് പമ്പ് ചെയ്യുന്നത്. പിന്നെ ഈ സൈക്കിൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ഈ ഞാൻ നേരത്തെ പറഞ്ഞ 5 ലിറ്റർ ബ്ലഡ് ഒരു മിനിറ്റ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും ഓക്സിജൻ കൊടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് വിസർജിച്ച് വീണ്ടും ഓക്സിജൻ കൊടുത്ത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളുടെ ഒരു ഹൈവേയിൽ ഇങ്ങനെ സർക്കുലേഷൻ നടക്കുന്ന പോലെ. അപ്പോൾ ശ്വാസകോശം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹൃദയത്തിന് പ്രസക്തിയില്ല, ഹൃദയമില്ല എന്നുണ്ടെങ്കിൽ ശ്വാസകോശത്തിന് പ്രസക്തിയില്ല. അപ്പോൾ ഇവർ ദിസ് ഹാർട്ട് ലങ് എന്ന് പറയുന്നത്, ഹാർട്ട് ലങ് ബ്ലോക്ക്. ഇത് രണ്ടും കൂടെ ചേർന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? യെസ്, അതിന് നമ്മൾ ഹാർട്ട് ലങ് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയും. അത് ഞങ്ങൾ ചെയ്ത ഒരു കോതമംഗലംകാരത്തെ ഒരു 23 വയസ്സുള്ള ഒരു പെൺകുട്ടിക്കാണ്. നമുക്ക് ആർട്ടിഫിഷ്യലായ ഹൃദയങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള എന്തെങ്കിലും പ്രോസസ്സ് ഇപ്പോൾ നടക്കുന്നുണ്ടോ? ടെക്നോളജിക്കൽ അഡ്വാൻസ് വെച്ചിട്ട് ടോട്ടൽ ആർട്ടിഫിഷ്യൽ ഹാർട്ടുണ്ട് ഇപ്പോഴും. അതായത് മനുഷ്യന് കൊണ്ടു നടക്കാവുന്ന പോലെ. ഇപ്പോൾ നമ്മുടെ പശ്ചാത്തല രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഷോപ്പിംഗ് സെൻ്ററിലെല്ലാം ആർട്ടിഫിഷ്യൽ ഹാർട്ടിൻ്റെ ബാറ്ററി ചാർജിങ് പോർട്ട്സ് ഒക്കെയാണ്. അപ്പോൾ ധാരാളം പേര് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെ എത്ര കാലം ആയുസുണ്ട്? ഓർത്തിരിക്കുന്ന മറ്റ് ട്രാൻസ്പ്ലാന്റുകളിൽ ഏതൊക്കെയാണ്? നമ്മൾ ഹാർട്ട് എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിലെ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ എന്നോട് പറഞ്ഞു, ഡോക്ടർ ഈ അമ്മയെ പറയുന്ന ഡോക്ടർ ജോസിനെ കാണാതെ മോൻ്റെ ഹാർട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞു. അവിടെ തറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അമ്മ അവിടെ ഒരു കസേരയിലിരിപ്പുണ്ട്, കുനിഞ്ഞിരിപ്പുണ്ട്. നോക്കുമ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ചാലുകളായിട്ടിങ്ങനെ. ഇപ്പം എൻ്റെ മോൻ്റെ ഹൃദയം എടുക്കാൻ വന്നല്ലേന്ന് ചോദിച്ചു. അപ്പം ഞാനപ്പോൾ ഒരു കള്ളനെ പോലെ അവിടെ ഇരിക്കുകയാണ്. മോൻ്റെ ഹൃദയം എടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ എന്ത് പറയണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ.